നമസ്കാരം. ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാനായി ഒരു പുതിയ കഥയുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതെ, ഒരു സിമ്പിൾ കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ദുബായിയുടെ വളർച്ചയുടെ കഥയിലൂടെ പോകാം. ഓരോ കാര്യവും പറഞ്ഞ് അതിന്റെ ഇംഗ്ലീഷ് വാക്യങ്ങൾ പഠിച്ചെടുക്കാം. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തെ വാക്യം ഇതാ: ദുബായ് ഒരു മരുഭൂമിയിലെ അത്ഭുതമാണ്. ദുബായ് ഈസ് എ മിറക്കിൾ ഇൻ ദ ഡെസേർട്ട്. സാവധാനം പറയാം. ദുബായ് ഈസ് എ മിറക്കിൾ ഇൻ ദ ഡെസേർട്ട്. മിറക്കിൾ, ഡെസേർട്ട്. അതെ, ഈ വാക്യത്തിൽ മിറക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതം എന്നാണ്. പിന്നെ ഡെസേർട്ട് എന്ന് വെച്ചാൽ മരുഭൂമി. ശരി. ഇവിടെ ഈസ് എന്നൊരു വാക്കുണ്ടല്ലോ, അത് ആകുന്നൂന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യം പറയാൻ അല്ലേ? അതെ. അപ്പോ ദുബായ് ഈസ് എന്ന് വെച്ചാൽ ദുബായ് ആകുന്നു. എ മിറക്കിൾ, ഒരത്ഭുതം. ഇൻ ദ ഡെസേർട്ട്, മരുഭൂമിയിൽ. ഇതെല്ലാം കൂടെ ചേരുമ്പോ ദുബായ് മരുഭൂമിയിലെ ഒരത്ഭുതമാകുന്നു. പക്ഷെ ദുബായ് എപ്പോഴും ഇങ്ങനെ വലിയൊരു സംഭവമായിരുന്നില്ലല്ലോ, അല്ലേ? അപ്പൊ അടുത്ത വാക്യം: പണ്ട് ഇതൊരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. എന്താണ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് വാക്യം ഇതാണ്: ഇൻ ദ പാസ്റ്റ് ഇറ്റ് വാസ് എ സ്മോൾ ഫിഷിംഗ് വില്ലേജ്. ഇൻ ദ പാസ്റ്റ്, ഫിഷിംഗ് വില്ലേജ്. അതെ, ഇവിടെ ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഫിഷിംഗ് വില്ലേജ്, അത് മത്സ്യബന്ധന ഗ്രാമം. ഓക്കെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് വാസ് ആണ്. നേരത്തെ ഈസ് എന്ന് പറഞ്ഞില്ലേ? വാസ് എന്ന് വെച്ചാൽ ആയിരുന്നു, അതായത് കഴിഞ്ഞുപോയ ഒരു കാര്യമാണ് പറയുന്നത്, ഭൂതകാലം. അപ്പോ ഇറ്റ് വാസ്, അത് ആയിരുന്നു. എന്തായിരുന്നു? എ സ്മോൾ ഫിഷിംഗ് വില്ലേജ്, ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം. മനസ്സിലായി. അപ്പോ ഈ ചെറിയ ഗ്രാമം അതെവിടെയായിരുന്നു? പേർഷ്യൻ ഗൾഫിന്റെ തീരത്തായിരുന്നു ഇത്. ഓക്കെ, പറയാമോ? ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വരും: ഇറ്റ് വാസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പേർഷ്യൻ ഗൾഫ്. ഇറ്റ് വാസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പേർഷ്യൻ ഗൾഫ്. കോസ്റ്റ്, പേർഷ്യൻ ഗൾഫ്. അതെ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരം. ശരി. പേർഷ്യൻ ഗൾഫ് എന്നത് ആ ഉൾക്കടലിന്റെ പേരാണ്, പേർഷ്യൻ ഉൾക്കടൽ. വീണ്ടും കണ്ടോ? വാസ് ആയിരുന്നു, ഇറ്റ് വാസ് അതായിരുന്നു. എവിടെ? ഓൺ ദ കോസ്റ്റ്, തീരത്ത്. ഏത് തീരത്ത്? ഓഫ് ദ പേർഷ്യൻ ഗൾഫ്, പേർഷ്യൻ ഗൾഫിന്റെ. അപ്പോ തീരത്തായിരുന്നു താമസം, ഒരു മത്സ്യബന്ധന ഗ്രാമം. സ്വാഭാവികമായും കരലുമായി ബന്ധപ്പെട്ടായിരിക്കും അവരുടെ ജീവിതം, അല്ലേ? തീർച്ചയായും. അതാണ് അടുത്ത പോയിന്റ്. ആളുകൾ മുത്തെടുത്ത് ജീവിച്ചു. മുത്ത്. ഓക്കെ, എങ്ങനെ പറയും? നോക്കാം. പീപ്പിൾ ലിവ്ഡ് ബൈ പേൾ ഡൈവിംഗ്. ഒന്നുകൂടി. ഓക്കെ, പീപ്പിൾ ലിവ്ഡ് ബൈ പേൾ ഡൈവിംഗ്. ഇവിടെ ലിവ്ഡ് ബൈ എന്നൊരു പ്രയോഗം കണ്ടില്ലേ? അത് പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം എന്താ പറയാ, അതുകൊണ്ട് ഉപജീവനം നടത്തി, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിച്ചു എന്നൊക്കെയാണ്. ഓക്കെ. പേൾ ഡൈവിംഗ് എന്ന് വെച്ചാൽ മുത്തുവാരൽ, അതായത് മുത്തുകൾക്ക് വേണ്ടി കടലിൽ മുങ്ങുന്ന ആ പണി. ശരി ശരി. പീപ്പിൾ, ആളുകൾ. അപ്പോ പീപ്പിൾ ലിവ്ഡ് ബൈ പേൾ ഡൈവിംഗ്, ആളുകൾ മുത്തുവാരൽ കൊണ്ട് ജീവിച്ചു. കൊള്ളാം. അപ്പൊ പിന്നെ പറയേണ്ടതില്ലല്ലോ, കടൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതെ, അടുത്ത വാചകം അത് തന്നെ. അവർക്ക് കടൽ പ്രധാനമായിരുന്നു. ഓക്കെ. ഇത് ഇംഗ്ലീഷിൽ: ദ സീ വാസ് വെരി ഇമ്പോർട്ടന്റ് ടു ദം. ദ സീ വാസ് വെരി ഇമ്പോർട്ടന്റ് ടു ദം. ഇമ്പോർട്ടന്റ് ടു ദം. അതെ, ഇമ്പോർട്ടന്റ് എന്ന വാക്കിന്റെ അർത്ഥം പ്രധാനപ്പെട്ടത്. ശരി. ടു ദം എന്ന് പറഞ്ഞാൽ അവർക്ക്. അപ്പോ ദ സീ, കടൽ, വാസ് വെരി ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനപ്പെട്ടത്. ആർക്ക്? ടു ദം, അവർക്ക്. വളരെ വ്യക്തമായി. ഇനി ദുബായിയുടെ ഭരണത്തിലേക്ക് വരാമല്ലേ? ഒരു പ്രത്യേക വർഷമൊക്കെ പറയുന്നുണ്ട്. ഉണ്ട്. അടുത്ത വാക്യം ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. 1833 അൽ മക്തൂം കുടുംബം ഇവിടെ ഭരണം തുടങ്ങി. ഓക്കെ, 1833. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ഇൻ 1833 ദി അൽ മക്തൂം ഫാമിലി സ്റ്റാർട്ടഡ് റൂളിംഗ് ഹിയർ. ഒന്നുകൂടി പറയാം. ഇൻ 1833 ദി അൽ മക്തൂം ഫാമിലി സ്റ്റാർട്ടഡ് റൂളിംഗ് ഹിയർ. സ്റ്റാർട്ടഡ് റൂളിംഗ്. അതെ, ഒരു വർഷം പറയുമ്പോൾ അതിനു മുൻപിൽ ഇൻ ചേർക്കുന്നത് കണ്ടോ? ഇൻ 1833, 1833. ആ, ശരി. ഫാമിലി, കുടുംബം. സ്റ്റാർട്ടഡ് റൂളിംഗ് എന്ന് വെച്ചാൽ ഭരണം തുടങ്ങി. സ്റ്റാർട്ടഡ് എന്നത് സ്റ്റാർട്ട്, തുടങ്ങുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാല രൂപം. റൂളിംഗ് എന്നാൽ ഭരണം അല്ലെങ്കിൽ ഭരിക്കുക. ഹിയർ, ഇവിടെ. അപ്പോ ഈ അൽ മക്തൂം കുടുംബം അവര് തന്നെയാണ് ഇപ്പോഴും ദുബായ് ഭരിക്കുന്നത്, അല്ലേ? അതെ, അതാണ് അടുത്ത വാക്യം പറയുന്നത്. അവരാണ് ദുബായിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ. ഓക്കെ, ഇതൊന്ന് നോക്കൂ. പറയാം. They are the current rulers of Dubai. They are the current rulers of Dubai. കറന്റ് റൂളേഴ്സ്. കറന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോഴത്തെ
അല്ലെങ്കിൽ നിലവിലുള്ള. ഉം, റൂളേഴ്സ് എന്ന് വെച്ചാൽ ഭരണാധികാരികൾ. റൂൾ ഭരിക്കുക, റൂളർ ഭരണാധികാരി. അപ്പോ റൂളേഴ്സ് അതിന്റെ ബഹുവചനം, പ്ലൂറൽ ഫോം. ശരി. ദേ ആർ അവർ ആകുന്നു. ആരാകുന്നു? ദ കറന്റ് റൂളേഴ്സ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ. ആരുടെ? ഓഫ് ദുബായ്, ദുബായിയുടെ. ഓക്കേ. ഇനി വ്യാപാരമൊക്കെ വളർന്നു എന്ന് പറയുന്നു. അതെ. അടുത്ത വാക്യം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാപാരം വളർന്നു. ഇതെങ്ങനെ പറയും? ഇതിന്റെ ഇംഗ്ലീഷ് ട്രേഡ് ഗ്രൂ ഇൻ ദ ഏർലി 20th സെഞ്ചുറി. ട്രേഡ് ഗ്രൂ ഇൻ ദ ഏർലി 20th സെഞ്ചുറി. ട്രേഡ് ഗ്രൂ ഏർലി 20th സെഞ്ചുറി. അതെ. ട്രേഡ് എന്ന് വെച്ചാൽ വ്യാപാരം. ഹും, ഗ്രോ എന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇത് ഗ്രോ, അതായത് വളരുക എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കേ, വളർന്നു. അതെ, വളർന്നു. ഏർലി 20th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. സെഞ്ചുറി, നൂറ്റാണ്ട്. അപ്പോ ആ സമയത്ത് പ്രധാനപ്പെട്ട വ്യാപാരം എന്തായിരുന്നു? മുത്ത് തന്നെയായിരുന്നോ? അതെ, മുത്തുവ്യാപാരം തന്നെയായിരുന്നു പ്രധാനം. അടുത്ത വാക്യം. മുത്തുവ്യാപാരം വളരെ പ്രധാനമായിരുന്നു. കിട്ടിയില്ലേ? പറയാം. പേൾ ട്രേഡ് വാസ് വെരി ഇമ്പോർട്ടന്റ്. ഒന്നുകൂടി. ഓക്കെ. പേൾ ട്രേഡ് വാസ് വെരി ഇമ്പോർട്ടന്റ്. പേൾ ട്രേഡ്. നമ്മൾ നേരത്തെ കണ്ട വാക്കുകളാണ്. പേൾ ട്രേഡ് എന്നാൽ പേൾ ട്രേഡ് മുത്തുവ്യാപാരം. പേൾ മുത്ത്, ട്രേഡ് വ്യാപാരം. വാസ് വെരി ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനമായിരുന്നു. ഇത് താരതമ്യേന എളുപ്പമുള്ള വാക്യമാണ്. ശരിയാണ്. പക്ഷേ ഈ മുത്ത് വ്യാപാരത്തിന് ഒരു തിരിച്ചടി നേരിടുന്നുണ്ടല്ലേ? ജപ്പാനിൽ നിന്നുള്ള മുത്തുകൾ. അതെ, അതാണ് അടുത്തത്. എന്നാൽ ജപ്പാനിൽ നിന്നും കൃത്രിമ മുത്തുകൾ വന്നു. കൃത്രിമ മുത്തുകൾ. ഓക്കെ. എങ്ങനെ പറയും? ബട്ട് ആർട്ടിഫിഷ്യൽ പേൾസ് കെയിം ഫ്രം ജപ്പാൻ. ഒന്നുകൂടി. കേൾക്കൂ. ബട്ട് ആർട്ടിഫിഷ്യൽ പേൾസ് കെയിം ഫ്രം ജപ്പാൻ. ബട്ട് ആർട്ടിഫിഷ്യൽ പേൾസ്. ബട്ട് എന്ന് വെച്ചാൽ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ. ശരി. ആർട്ടിഫിഷ്യൽ പേൾസ് എന്ന് പറഞ്ഞാൽ കൃത്രിമ മുത്തുകൾ. ആർട്ടിഫിഷ്യൽ, കൃത്രിമമായ, മനുഷ്യനുണ്ടാക്കിയത്. പേൾസ്, മുത്തുകൾ. ഉം. കെയിം എന്ന വാക്ക് കം, അതായത് വരുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ്. ഫ്രം ജപ്പാൻ, ജപ്പാനിൽ നിന്നും. അപ്പോൾ ഈ കൃത്രിമ മുത്തുകൾ വന്നതുകൊണ്ട് ദുബായിലെ സ്വാഭാവിക മുത്ത് വ്യവസായത്തിന് എന്തുപറ്റി? അത് തകർന്നു. അടുത്ത വാക്യം. അതുകാരണം ദുബായിയുടെ മുത്തുവ്യവസായം തകർന്നു. ഓക്കെ, ഇതൊന്ന് നോക്കൂ. പറയാമോ? ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വരും. സോ ദുബായിസ് പേൾ ഇൻഡസ്ട്രി കൊളാപ്സ്ഡ്. ഒന്നുകൂടി പതുക്കെ. ഓക്കെ. സോ ദുബായിസ് പേൾ ഇൻഡസ്ട്രി കൊളാപ്സ്ഡ്. സോ ഇൻഡസ്ട്രി കൊളാപ്സ്ഡ്. സോ എന്ന വാക്കിന് ഇവിടെ അതുകൊണ്ട് അല്ലെങ്കിൽ അതുകാരണം എന്നൊക്കെ അർത്ഥം വരും. ശരി. ഇൻഡസ്ട്രി എന്നാൽ വ്യവസായം. കൊളാപ്സ്ഡ് എന്ന് വെച്ചാൽ തകർന്നു. ഉം. പിന്നെ ആ ദുബായ്സ് എന്നുള്ളത് ശ്രദ്ധിച്ചോ? ദുബായ് എന്ന പേരിനോട് ഒരു അപ്പോസ്ട്രോഫിയും എസ്സും ചേർത്തിരിക്കുന്നത്. അത് ദുബായിയുടെ എന്നർത്ഥം വരാനാണ്. അതിനെ ഇംഗ്ലീഷിൽ പൊസസീവ് ഫോം എന്ന് പറയും. അപ്പോ ദുബായ്സ് പേൾ ഇൻഡസ്ട്രി, ദുബായിയുടെ മുത്തുവ്യവസായം. ഓക്കെ, പൊസസീവ് ഫോം. അപ്പൊ മുത്തുവ്യവസായം തകർന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നിരിക്കണം. പക്ഷെ ദുബായിയുടെ കഥ മാറുന്നത് എണ്ണയുടെ വരവോടെയാണല്ലേ? അതെ, അതാണ് അടുത്ത പ്രധാന സംഭവം. പിന്നീട് 1960കളിൽ എണ്ണ കണ്ടെത്തി. 1960കൾ. ഓക്കെ. Later, oil was discovered in the 1960s. Later, oil was discovered in the 1960s. ലേറ്റർ ഓയിൽ വാസ് ഡിസ്കവേർഡ്. Later എന്ന് വെച്ചാൽ പിന്നീട്. ഓയിൽ, എണ്ണ, was discovered, കണ്ടെത്തപ്പെട്ടു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എണ്ണ സ്വയം കണ്ടുപിടിച്ചതല്ലല്ലോ, ആരോ അതിനെ കണ്ടുപിടിച്ചതാണ്. അതെ. അതുകൊണ്ടാണ് was discovered എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷ് ഗ്രാമറിൽ പാസീവ് വോയിസ് എന്ന് പറയും. ഓക്കെ, പാസീവ് വോയിസ്. അതായത് പ്രവൃത്തി ചെയ്ത ആളെക്കാൾ എന്ത് ചെയ്യപ്പെട്ടു എന്നതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ. ഡിസ്കവർ, കണ്ടെത്തുക. was discovered, കണ്ടെത്തപ്പെട്ടു. ശരി. പിന്നെ ഇൻ ദ 1960s എന്ന് പറഞ്ഞാൽ 1960കളിൽ. ഒരു 10 വർഷത്തെ കാലയളവ് പറയുമ്പോൾ ഇങ്ങനെ ദ ചേർത്ത് അവസാനം എസ് ചേർത്ത് പറയാറുണ്ട്. ഇതായിരുന്നു ദുബായിയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ്. ഓക്കെ. ഇതൊന്ന് നോക്കൂ. ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദുബായ്സ് ഹിസ്റ്ററി. ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദുബായ്സ് ഹിസ്റ്ററി. ടേണിംഗ് പോയിന്റ്. നല്ലൊരു പ്രയോഗം. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രയോഗമാണ്. ടേണിംഗ് പോയിന്റ്. അതിന്റെ അർത്ഥം വഴിത്തിരിവ് എന്നാണ്. കാര്യങ്ങളുടെ ഗതിയൊക്കെ മാറ്റിയൊരു സംഭവം അല്ലെങ്കിൽ ഒരു സമയം. ഹിസ്റ്ററി, ചരിത്രം. ദിസ് വാസ്, ഇതായിരുന്നു. എ ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവ്. എവിടെ? ഇൻ ദുബായ്സ് ഹിസ്റ്ററി, ദുബായിയുടെ ചരിത്രത്തിൽ.
ഈ വഴിത്തിരിവ് സംഭവിക്കുമ്പോൾ ആരായിരുന്നു ഭരണാധികാരി? ഷേഖ് റാഷിദ് അല്ലേ? അതെ, അടുത്ത വാക്യം അതാണ്. ഷേഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ആയിരുന്നു അന്ന് ഭരണാധികാരി. ഓക്കെ. ഇംഗ്ലീഷ് വാക്യം. ഷേഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം വാസ് ദ റൂലർ ദെൻ. ഒന്നൂടി. ഓക്കെ. ഷേഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം വാസ് ദ റൂലർ ദെൻ. റൂളർ ദെൻ. റൂലർ നമ്മൾ നേരത്തെ റൂലേഴ്സ് ഭരണാധികാരികൾ എന്ന് പ്ലൂറലായിട്ട് കണ്ടതാണ്. ഇതിപ്പോ സിംഗുലർ, ഒരാൾ, ഭരണാധികാരി. ശരി. ദെൻ എന്ന് വെച്ചാൽ അന്ന് അല്ലെങ്കിൽ ആ സമയത്ത്. അപ്പോൾ ഷേഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം വാസ്. ഷേഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ആയിരുന്നു. എന്തായിരുന്നു? ദ റൂലർ, ഭരണാധികാരി. എപ്പോൾ? ദെൻ, അന്ന്. അദ്ദേഹമാണ് പിന്നെ ദുബായിയെ മാറ്റിയെടുക്കാൻ തുടങ്ങിയതല്ലേ? ആധുനികവൽക്കരണം. അതെ, അദ്ദേഹം തുടങ്ങി. അടുത്ത വാക്യം, അദ്ദേഹം ദുബായിയെ ആധുനികവൽക്കരിച്ചു തുടങ്ങി. ഓക്കെ. എങ്ങനെ പറയാം. He started to modernize Dubai. Modernize എന്ന വാക്കിന്റെ അർത്ഥം ആധുനികവൽക്കരിക്കുക. Started to modernize എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരിക്കാൻ തുടങ്ങി. He started, അദ്ദേഹം തുടങ്ങി. എന്തിന്? To modernize, ആധുനികവൽക്കരിക്കാൻ. എന്തിനെ? ദുബായിയെ. ഈ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയത്? തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ. അതെ, അതാണ് അടുത്തത്. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും നിർമ്മിച്ചു. കിട്ടിയോ? പോർട്സ് ആൻഡ് എയർപോർട്സ് വെർ ബിൽറ്റ്. ഒന്നുകൂടി. ഓക്കെ. പോർട്സ് ആൻഡ് എയർപോർട്സ് വെർ ബിൽറ്റ്. പോർട്സ് തുറമുഖങ്ങൾ, എയർപോർട്സ് വിമാനത്താവളങ്ങൾ. ശരി. വെർ ബിൽറ്റ്, നിർമ്മിക്കപ്പെട്ടു. ഇതും പാസീവ് വോയിസ് ആണ്. കാരണം ആരാണ് നിർമ്മിച്ചതെന്നതിനേക്കാൾ എന്താണ് നിർമ്മിക്കപ്പെട്ടത് എന്നതിനാണിവിടെ ഊന്നൽ. ബിൽഡ്, നിർമ്മിക്കുക. ബിൽറ്റ് അതിന്റെ പാസ്റ്റ് ടെൻസ്. വെർ ബിൽറ്റ്, നിർമ്മിക്കപ്പെട്ടു. ഇവിടെ പോർട്സ്, എയർപോർട്സ് എന്ന് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് വെർ ഉപയോഗിച്ചു. ഒന്നേ ഉള്ളുവെങ്കിൽ വാസ് ബിൽറ്റ് എന്ന് പറയുമായിരുന്നു. ഓക്കെ, വ്യക്തമായി. അപ്പൊ ഇതിനൊക്കെ പണം എവിടുന്നാ? എണ്ണയിൽ നിന്ന് തന്നെ അല്ലേ? തീർച്ചയായും. ആ വരുമാനം വികസനത്തിന് ഉപയോഗിച്ചു. അടുത്ത വാക്യം, എണ്ണ വരുമാനം വികസനത്തിന് ഉപയോഗിച്ചു. ശരി. ഓയിൽ റവന്യൂ വാസ് യൂസ്ഡ് ഫോർ ഡെവലപ്മെന്റ്. ഒന്നുകൂടി കേട്ടോളൂ. ഓയിൽ റവന്യൂ വാസ് യൂസ്ഡ് ഫോർ ഡെവലപ്മെന്റ്. റവന്യൂ, ഡെവലപ്മെന്റ്. റവന്യൂ എന്ന് വെച്ചാൽ വരുമാനം. അപ്പോ ഓയിൽ റവന്യൂ, എണ്ണയിൽ നിന്നുള്ള വരുമാനം. ശരി. ഡെവലപ്മെന്റ് എന്നാൽ വികസനം. വാസ് യൂസ്ഡ്, ഉപയോഗിക്കപ്പെട്ടു. വീണ്ടും പാസീവ് വോയിസ്. യൂസ്, ഉപയോഗിക്കുക. യൂസ്ഡ്, ഉപയോഗിച്ചു. വാസ് യൂസ്ഡ്, ഉപയോഗിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ഫോർ ഡെവലപ്മെന്റ്, വികസനത്തിനു വേണ്ടി. ഈ സമയത്ത് തന്നെയാണ് UAE രൂപീകരിക്കുന്നതും അല്ലേ? വളരെ പ്രധാനപ്പെട്ടൊരു വർഷം. അടുത്ത വാക്യം, 1971 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE രൂപീകരിച്ചു. ഓക്കെ. എങ്ങനെ പറയും? ഇതെന്നെ ഇംഗ്ലീഷ്. ഇൻ 1971 the United Arab Emirates UAE was formed. In 1971 the United Arab Emirates UAE was formed. Was formed. വീണ്ടും പാസീവ്. അതെ, നിങ്ങൾ പാസീവ് വോയിസ് പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. വീണ്ടും വർഷത്തിനു മുമ്പ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രാജ്യത്തിന്റെ പേര്. ചുരുക്കി നമ്മൾ UAE എന്ന് പറയും. വാസ് ഫോംഡ്, രൂപീകരിക്കപ്പെട്ടു. ഫോം, രൂപീകരിക്കുക. ഫോംഡ്, രൂപീകരിച്ചു. വാസ് ഫോംഡ്, രൂപീകരിക്കപ്പെട്ടു. അപ്പോ ഈ പുതിയ രാജ്യത്ത് UAEയില് ദുബായിയുടെ സ്ഥാനം എന്തായിരുന്നു? ദുബായ് അതിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി. അടുത്ത വാക്യം, ദുബായ് അതിലെ ഒരു പ്രധാന ഭാഗമായി. ദുബായ് became an important part of it. Became. അതെ, became എന്നത് become എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ്. become എന്ന് വെച്ചാൽ ആയിത്തീരുക. ശരി. പാർട്ട്, ഭാഗം. ഇമ്പോർട്ടന്റ് പാർട്ട്, പ്രധാന ഭാഗം. അപ്പോൾ ദുബായ് ആയിത്തീർന്നു. എന്തായിത്തീർന്നു? ആൻ ഇമ്പോർട്ടന്റ് പാർട്ട്, ഒരു പ്രധാന ഭാഗം. എന്തിന്റെ? ഓഫ് ഇറ്റ്, അതിന്റെ, അതായത് UAEയുടെ. ഓക്കെ. ഇനി ഷെയ്ഖ് റാഷിദിന് ശേഷം ഭരണമേറ്റെടുത്തത് അദ്ദേഹത്തിന്റെ മകനാണല്ലേ, ഷെയ്ഖ് മുഹമ്മദ്. അതെ, അടുത്ത വാക്യം അതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പിന്നീട് ഭരണാധികാരിയായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം later became the ruler. ഒന്നുകൂടി കേട്ടോളൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം later became the ruler. Later became the ruler.
ഇതിലെ വാക്കുകളൊക്കെ നമുക്കിപ്പോൾ പരിചയമുണ്ട്. ലേറ്റർ പിന്നീട്, ബിക്കെയിം ആയിത്തീർന്നു, ദ റൂളർ ഭരണാധികാരി. അപ്പോൾ ലേറ്റർ ബിക്കെയിം ദ റൂളർ, പിന്നീട് ഭരണാധികാരിയായി. അദ്ദേഹത്തിന്റെ കാലത്താണ് ദുബായ് ഇന്നത്തെ ഈ കാണുന്ന ഒരു ഗ്ലോബൽ സിറ്റിയായി മാറിയത്, അല്ലേ? ശരിയാണ്, അദ്ദേഹമാണ് ദുബായിയെ ഒരു ലോകോത്തര നഗരമാക്കിയത്. അടുത്ത വാക്യം, അദ്ദേഹം ദുബായിയെ ലോകോത്തര നഗരമാക്കി. ഓക്കെ. ഹീ മെയ്ഡ് ദുബായ് എ വേൾഡ് ക്ലാസ് സിറ്റി. ഒന്നുകൂടി പതുക്കെ. ഓക്കെ. ഹീ മെയ്ഡ് ദുബായ് എ വേൾഡ് ക്ലാസ് സിറ്റി. മെയ്ഡ് വേൾഡ് ക്ലാസ് സിറ്റി. മെയ്ഡ് എന്നത് മേക്ക്, അതായത് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ്. ശരി. വേൾഡ് ക്ലാസ് സിറ്റി, ലോകോത്തര നഗരം. വേൾഡ് ക്ലാസ് എന്ന് വെച്ചാൽ ലോക നിലവാരത്തിലുള്ള ഏറ്റവും മികച്ചത് എന്നൊക്കെ. സിറ്റി, നഗരം. ദുബായിയെ എന്താക്കി? എ വേൾഡ് ക്ലാസ് സിറ്റി, ഒരു ലോകോത്തര നഗരം. അപ്പോൾ ടൂറിസവും വ്യാപാരവും വന്നപ്പോ വലിയ വലിയ പ്രോജക്റ്റുകളും വന്നു. ബുർജ് ഖലീഫ, പാം ജുമൈറ. അതെ, അതാണ് അടുത്ത പോയിന്റ്. ബുർജ് ഖലീഫയും പാം ജുമേറയും പോലുള്ള വലിയ പദ്ധതികൾ വന്നു. ഓക്കെ, ഇതൊന്ന് നോക്കാം. ബിഗ് പ്രോജക്ട്സ് ലൈക്ക് ബുർജ് ഖലീഫ ആൻഡ് പാം ജുമേറ കേം. ഒന്നുകൂടി. ഓക്കെ. ബിഗ് പ്രോജക്ട്സ് ലൈക്ക് ബുർജ് ഖലീഫ ആൻഡ് പാം ജുമേറ കേം. ബിഗ് പ്രോജക്ട്സ് ലൈക്ക്. ബിഗ് പ്രോജക്ട്സ്, വലിയ പദ്ധതികൾ. പ്രോജക്ട്, പദ്ധതി. ബിഗ്, വലിയ. ശരി. ലൈക്ക് എന്ന വാക്കിനിവിടെ പോലുള്ളെന്നാണ് അർത്ഥം. ബുർജ് ഖലീഫ, പാം ജുമേറ ഒക്കെ നമുക്കറിയാവുന്ന വലിയ നിർമ്മിതികളാണ്. കെയിം, വന്നു. കമ്മിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പോ ഇന്ന് ദുബായിയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരാഗോള കേന്ദ്രമായിട്ടല്ലേ? അതെ, ഇന്നത്തെ അവസ്ഥ അതാണ്. അടുത്ത വാക്യം, ഇന്ന് ദുബായ് ഒരു ആഗോള കേന്ദ്രമാണ്. ഇത് എളുപ്പമായിരിക്കും. നോക്കൂ. ടുഡേ ദുബായ് ഈസ് എ ഗ്ലോബൽ ഹബ്. ഒന്നുകൂടി. ഓക്കെ. ടുഡേ ദുബായ് ഈസ് എ ഗ്ലോബൽ ഹബ്. ഗ്ലോബൽ ഹബ്. ടുഡേ, ഇന്ന്. ഗ്ലോബൽ ഹബ് എന്ന് വെച്ചാൽ ആഗോള കേന്ദ്രം. ഗ്ലോബൽ, ആഗോളമായ. ഹബ് എന്ന് പറഞ്ഞാൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒന്നിച്ചുകൂടുന്നൊരു സ്ഥലം. അത് വ്യാപാരമാകാം, യാത്രയാകാം, ടെക്നോളജിയാകാം, അങ്ങനെ. ശരി ശരി. അപ്പോ ദുബായ് ആകുന്നു എ ഗ്ലോബൽ ഹബ്, ഒരു ആഗോള കേന്ദ്രം. ഈ ഗ്ലോബൽ ഹബിന്റെ ഒരു പ്രത്യേകത അവിടുത്തെ ജനങ്ങളാണല്ലോ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അതെ, അതാണ് അടുത്തത്. ഇവിടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. പറയാം, പീപ്പിൾ ഫ്രം മെനി കൺട്രീസ് ലിവ് ടുഗെദർ ഹിയർ. പീപ്പിൾ ഫ്രം മെനി കൺട്രീസ് ലിവ് ടുഗെദർ ഹിയർ. മെനി കൺട്രീസ് ലിവ് ടുഗെദർ. മെനി കൺട്രീസ്, നിരവധി രാജ്യങ്ങൾ. കൺട്രി, രാജ്യം. കൺട്രീസ്, രാജ്യങ്ങൾ. മെനി, നിരവധി. ശരി. ലിവ് ടുഗെദർ, ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോ പീപ്പിൾ ഫ്രം മെനി കൺട്രീസ്, നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ. ലിവ് ടുഗെദർ, ഒരുമിച്ച് താമസിക്കുന്നു. എവിടെ? ഹിയർ, ഇവിടെ. അപ്പൊ ഈ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ദുബായിയുടെ വളർച്ചയിൽ എന്തു പങ്കാണുള്ളത്? അവർ ആ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. അടുത്ത വാക്യം, അവർ ദുബായിയുടെ വളർച്ചയുടെ ഭാഗമാണ്. ഇത് എളുപ്പമാണ്. നോക്കൂ. ദേ ആർ പാർട്ട് ഓഫ് ദുബായ്സ് ഗ്രോത്ത്. ഒന്നുകൂടി. ഓക്കെ. ദേ ആർ പാർട്ട് ഓഫ് ദുബായ്സ് ഗ്രോത്ത്. ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച. നമ്മൾ നേരത്തെ ഗ്രോ, വളരുക, ഗ്രൂ, വളർന്നു എന്നൊക്കെ കണ്ടില്ലേ? കണ്ടു. ഇത് അതിന്റെ നൗൺ ഫോം, അതായത് നാമരൂപമാണ്. വളർച്ച. ദേ ആർ, അവർ ആകുന്നു. പാർട്ട് ഓഫ്, അതിന്റെ ഭാഗം. എന്തിന്റെ ഭാഗം? ദുബായ്സ് ഗ്രോത്ത്, ദുബായിയുടെ വളർച്ചയുടെ. അപ്പോ ഈ ഒരു വലിയ മാറ്റം, ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര, അതിനെ എങ്ങനെ ചുരുക്കി പറയാം? അടുത്ത വാക്യം അതാണ്. ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ദുബായ് ലോകോത്തര നഗരമായി വളർന്നു. ഓക്കെ. ഫ്രം എ സ്മോൾ വില്ലേജ് ദുബായ് ഗ്രൂ ഇൻടു എ വേൾഡ് ക്ലാസ് സിറ്റി. ഒന്നുകൂടി പതുക്കെ. ഓക്കെ. ഫ്രം എ സ്മോൾ വില്ലേജ് ദുബായ് ഗ്രൂ ഇൻടു എ വേൾഡ് ക്ലാസ് സിറ്റി. ഗ്രൂ ഇൻടു. അതെ. ഫ്രം എ സ്മോൾ വില്ലേജ്, ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന്. ഇൻടു എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ? ആയി വളർന്നു, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നായി മാറി എന്നൊക്കെയുള്ള അർത്ഥം കിട്ടാൻ ഇത് ഉപയോഗിക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ ഗ്രൂ, വളർന്നു, വേൾഡ് ക്ലാസ് സിറ്റി, ലോകോത്തര നഗരം എന്നൊക്കെ കണ്ടതാണ്. ഇവിടെ ഗ്രൂ ഇൻടു വെച്ച് അതിനെ ബന്ധിപ്പിച്ചു. വളരെ നന്നായി. അപ്പോ ഈ ഒരു യാത്രയെ ഒറ്റ വരിയിൽ ഒതുക്കിയാല്? അതാണ് അവസാനത്തെ വാക്യം. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു വലിയ നഗരത്തിലേക്ക്. ഇതിന്റെ ഇംഗ്ലീഷ്, ഇത് വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ? അതെ. ഫ്രം എ സ്മോൾ വില്ലേജ് ടു എ ബിഗ് സിറ്റി. ഫ്രം എ സ്മോൾ വില്ലേജ് ടു എ ബിഗ് സിറ്റി. ഫ്രം ടു. അതെ, ആ ഒരു ഘടന ശ്രദ്ധിക്കുക. ഫ്രം ടു,
ഇൽ നിന്ന് ലേക്ക്. ഫ്രം എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന്, ടു എ ബിഗ് സിറ്റി, ഒരു വലിയ നഗരത്തിലേക്ക്. ഇത് ശരിക്കും ഒരു പൂർണ്ണവാക്യമല്ല, ഒരു തലക്കെട്ട് പോലെയോ മറ്റോ ഉപയോഗിക്കാവുന്നൊരു പ്രയോഗമാണ്. കൊള്ളാം. അപ്പൊ ദുബായിയുടെ ഈ ചരിത്രത്തിലൂടെയുള്ള ഇംഗ്ലീഷ് പഠനം എന്താ പറയാ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അതെ. ഇനി നിങ്ങൾക്കായിട്ടൊരു ചെറിയ ചോദ്യം കൂടിയുണ്ടല്ലേ? ഉണ്ട്, ഒരു പ്രാക്ടീസ് ചോദ്യം. ചോദ്യം ഞാൻ മലയാളത്തിൽ പറയാം. ദുബായ് ഒരു വലിയ നഗരമാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഓക്കെ, ഈ ചോദ്യം തന്നെ ഇംഗ്ലീഷിലെ ഇങ്ങനെയാണ്: വാട്ട് വാസ് ദുബായ് ബിഫോർ ഇറ്റ് ബിക്കെയിം എ ബിഗ് സിറ്റി? അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കണം. അതെ, നമ്മൾ ഇന്ന് പഠിച്ച വാക്യങ്ങളൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ ഉത്തരം കിട്ടിയേക്കും. തീർച്ചയായും. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതാണ് പ്രധാനം. അതെ, അപ്പോ ഇന്നത്തെ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. കാണാം. നന്ദി.